വാർത്തകൾ തുടരുന്നു. പുതിയ പെർമിറ്റ് നൽകുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പണിമുടക്കി. പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ ജോയിന്റ് RTO ഓഫീസിലെത്തിയത് നേരിയ സംഘർഷത്തിനിടയാക്കി. നഗരത്തിലെ ഓട്ടോറിക്ഷ ലാൻഡുകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് അനിയന്ത്രിതമായി പെർമിറ്റ് നൽകുന്നുവെന്നായിരുന്നു തൊഴിലാളികളുടെ ആരോപണം. നിലവിൽ തൊഴിലെടുക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പോലും തൊഴിലില്ലാത്ത അവസ്ഥയിൽ പുതിയ പെർമിറ്റ് നൽകുന്നത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാണിച്ചു. പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. പാതയോരത്ത് ഓട്ടോറിക്ഷ നിരത്തിയിട്ടുള്ള പ്രതിഷേധം നഗരത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് വളരെ സന്തോഷകരമാണ്. കാരണം സർക്കാർ എന്താഗ്രഹിച്ചുവോ അല്ലെങ്കിൽ എന്ത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞുവോ അത് അതേ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു മാസം മുമ്പ്, ഇതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റും അവിടെ പഞ്ചായത്തിൽ വന്ന്, കാരണം എനിക്ക് മുൻപേ അറിയുന്ന ആളുകളാണ്. ഷാജി എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാജിയുടെ വൈഫ് എന്ന് പറഞ്ഞ് മൂപ്പർ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ആളെ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ അറിയുന്ന ആളുകളാണ്. കൃഷി ഓഫീസർ അനില മാത്യു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സിന്ധു, PS മുഹമ്മദ്, VA ജാബിർ, PS മുസ്തഫ, സെക്കിന ഷാജഹാൻ, നൂർജഹാൻ മുഹമ്മദ്, സുഫൈറ മജീദ്, PA സഗീർ, KH ബഷീർ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടത്തി. തൃപ്രയാർ അനിയന്മാരാർ, സദനം കൃഷ്ണപ്രസാദ് എന്നിവരുടെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച 10 പേരുടെ അരങ്ങേറ്റമാണ് നടന്നത്. മേളകുലപതി കേളത്ത് അരവിന്ദാക്ഷൻ, ചെറുശ്ശേരി കുട്ടന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ 30ഓളം കലാകാരന്മാർ മേളത്തിൽ പങ്കെടുത്തു. ചക്കാലക്കൽ കുടുംബ ബന്ധുജന ട്രസ്റ്റ് സാംസ്കാരിക സമിതിയാണ് അരങ്ങേറ്റം സംഘടിപ്പിച്ചത്. തൃശൂർ മൃഗശാലയിലെ ആൺപുലി ചത്തു. 11 വയസ്സായിരുന്നു പ്രായം. 2008 പാലക്കാട് നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിലിറങ്ങിയ പുലിയെ പിടികൂടി തൃശൂർ മൃഗശാലയിലെത്തിക്കുകയായിരുന്നു. പുലി കുറച്ചുനാളായി ക്ഷീണിതനായിരുന്നതായി മൃഗശാല അധികൃതർ അറിയിച്ചു. തൃശൂർ മൃഗശാലയിൽ 4 ആൺപുലികളും ഒരു പെൺപുലിയുമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഡിങ്കൻ എന്ന് വിളിക്കുന്ന ആൺപുലിയാണ് ഇന്ന് ചത്തത്. ഇതോടെ തൃശൂർ മൃഗശാലയിലെ പുലികളുടെ എണ്ണം 4ആയി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കയ്പമംഗലം ഏരിയ സമ്മേളനം നടത്തി. ചന്ദ്രാപ്പിനി 17ാം കല്ല് ശ്രീ സുബ്രഹ്മണ്യ പരമേശ്വര ക്ഷേത്രാങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് അധ്യക്ഷത വഹിച്ചു. KA മനോജ്, വത്സൻ ചെമ്പക്കര, ഹരിദാസ് വടക്കൂട്ട്, രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം മിഷൻ പദ്ധതിക്ക് തീരദേശ മേഖലയിൽ തുടക്കമായി. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. പെരിഞ്ഞനത്ത് വയോധികയെ ബന്ധുക്കൾ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.